ഗൈനക്കോമാസ്റ്റിയ കാരണം പലർക്കും പല ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഈ പിള്ളേർ ഗൈനക്കോമാസ്റ്റിയ അവരുടെ ഫ്രണ്ട്സ് കളിയാക്കുന്നതും അതൊക്കെ പേടിച്ചിട്ട് ഇവർ പല രീതിയിൽ അത് കുറയ്ക്കാൻ നോക്കും. രസകരമായ പല രീതികളാണ്. ചിലർ അടയ്ക്കാൻ നോക്കും. പട്ടീസ് നെഞ്ചിൽ ചുറ്റി നടക്കുന്ന പിള്ളേരുണ്ട്. പിന്നെ പൊട്ടിച്ച് പൊക്കി വെക്കുക. പിന്നെ ചിലവർ ആ പോസ്റ്ററും അസ്യൂം ചെയ്യാറുണ്ടല്ലേ. എല്ലാവരും തന്നെ ഇങ്ങനെയാണ്, അവരുടെ ഷോൾഡേഴ്സ് കുറെ മുമ്പിലോട്ട് കൊണ്ട് അവരങ്ങ് ശീലിച്ചു പോയിട്ടുണ്ടാവും കുറെ നാളായി. അത്രയും മസിൽസ് ഒക്കെ ഇത്രയും നാളും യൂസ്ഡ് ആയത് കാരണം തിരിച്ച് പിന്നെ ഇങ്ങനെ പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചില ഫിസിയോതെറാപ്പിക്ക് വയ്ക്കാറുണ്ട്. പിന്നെ വരുന്നൊരു പ്രസന്റേഷൻ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാന്നുള്ളത്. സ്വിമ്മിങ് പോകാണ്ടിരിക്കുക, അമ്പലത്തിൽ പോകൽ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. ഇൻ സമ്മറി ഫാറ്റ് ലോസിന് വേണ്ടി വരുന്ന ആൾക്കാരിൽ ലോട്ട് ഓഫ് തിങ്സ്. ദ ബെസ്റ്റ് തിങ് ഇസ് ഓൾവേസ് ഡയറ്റ് ആൻഡ് എക്സസൈസ് ആണ്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പാണ് ഈ മരുന്നുകളുടെ സഹായം ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അത് ഇൻഡിക്കേഷൻസ് ആർ വെരി സ്പെസിഫിക് ആണ്. അതായത് ഡയബറ്റീസിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം അത് ചെയ്യാൻ വേണ്ടിയുള്ള. എന്നിട്ട് നമ്മൾ ഹോർമോൺ അനാലിസിസ് ചെയ്തിട്ട് വേറെ കുഴപ്പമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് പിന്നെ ഇതൊന്നും പറ്റാത്ത ആൾക്കാരാണ് അടുത്ത സ്റ്റെപ്പായിട്ട് പ്ലാസ്റ്റിക് സർജറി. നമ്മൾ വാട്ട് വി ഡു ഇസ് ലൈപ്പോസക്ഷൻ. അത് ചെയ്യുമ്പോൾ നമ്മൾ ഫാറ്റ് സെൽസ് എടുത്തു കളയാണ് ചെയ്യുന്നത്. ഇതിലും നിൽക്കാത്ത BMI വളരെ കൂടുതൽ, അതായത് ഇപ്പോൾ BMI മോർ ദാൻ 40 ഒക്കെ ഉള്ള ആൾക്കാരിൽ നമ്മൾ എത്ര ഫാറ്റ് എടുത്താലും കാര്യമില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് നമ്മൾ ബേരിയാട്രിക് സർജറിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ പറഞ്ഞത് ഫാറ്റ് ലോസിന്റെ ഒരു ജനറൽ ഔട്ട്ലുക്ക് ആയിരുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ആയിട്ട് ഡിസ്കഷൻ വേണമെങ്കിൽ യു ക്യാൻ ഓൾവേസ് ആസ്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. നമുക്ക് കുറേ എൻക്വയറീസ് വരുന്നത് ആ സെഗ്മെന്റ് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും.